നിലമ്പൂരിൽ കെ കരുണാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി ബി.ജെ.പി. പ്രവർത്തകർ ഫ്ലക്സ് വെച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. വലിയ വിവാദമായി, പ്രതിഷേധ പ്രകടനമായി. നമ്മോടൊപ്പം ചേരുന്നത് ബി.ജെ.പിയുടെ പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ അശോക് കുമാറാണ്. ഏത് സാഹചര്യത്തിലാണ് കരുണാകരന്റെ ചിത്രം കൂടി ഈ ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയത്? എന്താണ് അതിന്റെ ഒരു കാരണം? അല്ല, ഇന്നലെ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് വന്നപ്പോൾ ബി.ജെ.പിയുടെ പ്രവർത്തകർ മുഴുവൻ ആവേശഭരിതരാണ്. പ്രാദേശികമായിട്ട് പ്രവർത്തകർ പത്മജ വേണുഗോപാലിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് അവരുടെ പിതാവ് കെ കരുണാകരന്റെ പേരിലുള്ളതാണ്. അതുപോലെ തന്നെ കെ കരുണാകരൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. എന്ന നിലയിൽ കേരളത്തിന് പൊതുവായി അവകാശപ്പെട്ട ആളാണ്. കോൺഗ്രസ് ലീഡർ ആയിരിക്കാം, അത് നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ പൊതു സ്വത്തായിട്ടാണ് കെ കരുണാകരനെ ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം പത്മജ വേണുഗോപാലിന്റെ പിതാവാണ്. സ്വാഭാവികമായി പത്മജ വേണുഗോപാൽ വരുമ്പോൾ അവരുടെ പിതാവിന്റെ അഡ്രസ്സിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി ആ ചിത്രത്തോട് ഉൾപ്പെടുത്തി. അതിന് കോൺഗ്രസ്സുകാർ അസഹിഷ്ണുത പുലർത്തേണ്ട ആവശ്യമില്ല. ഇനിയും വയ്ക്കുമോ? അല്ല, ഞങ്ങൾ എന്തായാലും നോക്കുക, അവരുടെ ബയോളജിക്കൽ ഫാദറിനെയോ പൊളിറ്റിക്കൽ ഫാദറിനെയോ എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ തന്തയ്ക്ക് പറയുക, ബയോളജിക്കൽ തന്തയ്ക്ക് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും അമാന്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് കെ കരുണാകരനോട് ബഹുമാനമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നിലമ്പൂരിൽ കുറേ പ്രവർത്തകർ ഞങ്ങളുടെ നേതാവായിട്ട് പത്മജ വേണുഗോപാലിനെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അതിന് തൊട്ടടുത്താണ് ശ്രീമാൻ കരുണാകരന്റെ സ്മൃതി മന്ദിരം. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൂക്കൾ കരുതുകയും കരുണാകരന്റെ സ്മൃതി മന്ദിരത്തിൽ പൂക്കൾ അർപ്പിക്കുകയും ചെയ്താൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തെറ്റു പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യണ്ടേ? അത് മുൻ നേതാക്കളോട് ഉള്ള ബഹുമാനമാണ്. കേരളത്തിന്റെ പൊതു സ്വത്തായിട്ടാണ് ഞങ്ങൾ അവരെ കാണുന്നത്. കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ അസഹിഷ്ണുത പുലർത്തുന്നത്. ഇത്തരത്തിൽ ഇനി ഫ്ലക്സ് വെക്കൂ? അല്ല, ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗാന്ധിയുടെ ഫ്ലെക്സ്, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഫ്ലെക്സ്, അംബേദ്കറുടെ ഫ്ലെക്സ്, ഇപ്പോൾ ഒടുവിൽ ഭാരതരത്നം കൊടുത്ത് ഞങ്ങൾ വി നരസിംഹറാവുവിനെ ആദരിച്ചു. ഇവരൊക്കെ ദേശീയ നേതാക്കളാണ്. ഞങ്ങളുടെ സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ പ്രതിമ ഗുജറാത്തിൽ സ്ഥാപിച്ചു. കോൺഗ്രസിന്റെ നേതാവല്ലേ? കോൺഗ്രസിന്റെ നേതാവാണ്. പ്രതിമ വയ്ക്കാൻ പറ്റില്ല എന്ന് പറയും. അംബേദ്കർക്ക് വേണ്ടിയിട്ട് പ്രതിമകൾ വെക്കുന്നു, ഗാന്ധിയെ ആദരിക്കുന്നു എന്നതുപോലെ കാലക്രമത്തിൽ ഇപ്പോൾ കെ കരുണാകരനായിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുണ്ട്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളില്ലേ, അവരെയൊക്കെ നമ്മുടെ പൊതുസ്വത്തായിട്ട് കാണണം. കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിൽ ഒതുക്കി നിർത്തേണ്ടവരല്ല രാജ്യത്തിന് സംസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന. യഥാർത്ഥത്തിൽ ലീഡർ കരുണാകരൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഗുരുവായൂരിൽ നരേന്ദ്രമോദി വരുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടെ വന്ന് കാണുകയും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഗുലാം നബി ആസാദ്, അതുപോലെ തന്നെ യാദവൻ, അങ്ങനെയുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള ദേശീയ നേതാക്കൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിലപാടെടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായി ഞങ്ങൾ കരുതുന്നത് അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഗുരുവായൂരിലെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ, നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ അവിടെ എത്തുകയും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇത്തരത്തിൽ ഫ്ലക്സ് വെച്ച വലിയ പ്രതിഷേധം നടത്തുന്നതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന്റെ അസഹിഷ്ണുതയും കാരണം കോൺഗ്രസിന്റെ ലീഡേഴ്സ് തുടർച്ചയായിട്ട് ബി.ജെ.പിയിലേക്ക് വരുന്നതിന്റെ അസഹിഷ്ണുതയാണ്. ഈ ഫ്ലക്സ് വലിച്ചു കീറാനും ഒക്കെ നേതൃത്വം നൽകിയ ആളുകൾ നാളെ ബി.ജെ.പിയിലേക്ക് വരേണ്ടവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാവ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, ഇവരെ ഞങ്ങളൊന്നും പറയുന്നില്ല, ഇവർ നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി പിടിക്കേണ്ടവരായതുകൊണ്ട് അവരെ ആക്ഷേപിക്കാൻ ഞങ്ങളില്ല, അവർ ഭാവിയിൽ ബി.ജെ.പിയോടൊപ്പം വരേണ്ടവരാണ്. അങ്ങനെയാണ് രാജ്യത്തെ എല്ലായിടത്തും ചുവരെഴുത്തുകൾ. അപ്പോൾ അവരിന്ന് ആവേശഭരിതരായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അവരെ എന്ത് ചെയ്താണ് ഈ തരത്തിൽ ചിന്തിപ്പിച്ചതാണ്. അവർ ഭാവിയിൽ ബി.ജെ.പിയുടെ അണികളാകേണ്ടവരാണ്. അവരോട് ഞങ്ങൾക്ക് വിരോധമില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, കാലം നിങ്ങളുടെ തെറ്റു തിരുത്തും എന്നാണ് ഈ ഫ്ലെക്സ് നശിപ്പിച്ച കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്ക് പറയാം. ഒരു ഫ്ലെക്സിൽ ഒതുങ്ങില്ല ഇക്കാര്യങ്ങളൊന്നും എന്നാണ് ശ്രീ അശോക് കുമാർ പറയുന്നത്. വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ പല പ്രവർത്തനങ്ങൾ, അത് കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു സാഹചര്യവും വന്നാൽ അതിനെ കോൺഗ്രസ്സുകാർ എങ്ങനെ കാണുമെന്ന ചോദ്യമുയർത്തിയാണ് പ്രതിരോധിക്കുന്നത്. അഖിലോട്ട് പറയപ്പം CV അനുമോദ്, ന്യൂസ് 18.